ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാണേ. വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. വെയിലൊക്കെ ആയിട്ട് നല്ല പ്രതീക്ഷകളോടെയാണ് ഞായറാഴ്ച തുടങ്ങിയത്. തുണി ഉണങ്ങാം, എന്തെങ്കിലുമൊക്കെ വിറക് അങ്ങനെയൊക്കെയുള്ളത് പറക്കിയിടാം, തീയൊന്നും കത്തത്തില്ല. എങ്ങനെയൊക്കെയോ അതിസാഹസികമായിട്ട് രാവിലെ ചേട്ടൻ തീ കത്തിച്ചു തരും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഗ്യാസിലൊക്കെയാണ് ഇടയ്ക്ക് ഇടുന്നത്. ഗ്യാസ് പെട്ടെന്ന് അങ്ങ് തീരും. അതുകൊണ്ട് മഴ സീസൺ എല്ലാ സീസണിലും എങ്ങനെയാണ്, എനിക്ക് കഫക്കെട്ടാണ്. ഈ തവണയും കഫക്കെട്ടാണ്. ആദ്യം ദേവുനും ശ്രീകുട്ടനും ഒക്കെ പനി വന്നു. അതിനുശേഷം എനിക്കത് കഫക്കെട്ടായിട്ട് അങ്ങ് മാറി, വിട്ടുമാറുന്നില്ല. ഇനിയിപ്പോൾ ഈ മഴയുടെയൊക്കെ മാറിയാലേ എനിക്കത് വിട്ടുമാറത്തുള്ളൂ. എന്നോട് പലരും പറഞ്ഞു ഹോമിയോ ഒന്ന് നോക്കാനെ കൊണ്ട്. ഞാൻ ഇതുവരെ പോയില്ല, ഇനിയൊന്ന് നോക്കണം. ഇത്ര നാളായിട്ട് ഞാൻ ഹോമിയോ അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഇനിയൊന്ന് നോക്കണം. നമ്മൾ പെട്ടെന്ന് പോയി ഇംഗ്ലീഷ് മരുന്നുകളാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഞാൻ ശനിയാഴ്ച ലീവൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഉച്ച കഴിഞ്ഞ് ലീവായിരുന്നു. രാവിലെ ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് റേഷൻ കടയിലൊക്കെ പോകണമായിരുന്നേ. റേഷൻ കടയിൽ രാവിലെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന്. വൈകുന്നേരം ചെന്നപ്പോൾ അത് ശരിയാക്കിയിട്ടില്ല. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. മെഷീനൊക്കെ ഉള്ളത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. പക്ഷേ ഈ മെഷീൻ മിക്ക ദിവസവും കംപ്ലൈൻ്റ് ആണ്. മിക്കവാറും ഒക്കെ പറയുന്നത് കേൾക്കാം, ഓരോരുത്തർ രാവിലെ പോയി മെഷീൻ കംപ്ലൈൻറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ഞാനും പോയി പെട്ടു. ഞാൻ അങ്ങനെ അധികം റേഷൻ കടയിൽ പോകാറില്ല. ചേട്ടനാണ് സാധാരണ പോകുന്നത്. അപ്പോൾ അങ്ങനെ റേഷൻ കടയിൽ പോയി പച്ചരിയൊക്കെ കിട്ടി. അപ്പം ഞാൻ ഞായറാഴ്ച ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും കടലക്കറിയും. പിന്നെ ഞായറാഴ്ച എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട്. അതിലോട്ടൊക്കെ ഇങ്ങനെ കടന്നു. പ്രധാന ടാസ്ക് തുണി ഉണങ്ങലാണ്. തുണി ഉണങ്ങാൻ വീട് മൊത്തവും അയ കെട്ടി വെച്ചിട്ടൊക്കെയാണ്. പിന്നെ ദേവുവിന് ഇന്ന് എനിക്ക് കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല. മൂക്കെല്ലാം നല്ലതായിട്ട് സിമെൻറ്റ് വാരിയിട്ട് അടച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് അടയും മൂക്ക് കാറ്റടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ദേവുവിനെ ഇന്ന് വിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തുണി ഉണങ്ങുന്നതാണ് ഭയങ്കര ടാസ്ക്. ആരെങ്കിലും ഇപ്പോൾ വീട്ടിലോട്ട് വരാതിരിക്കാൻ നല്ലത്. നമ്മുടെ ചെറിയൊരു വീടാണ്, വലിയ വീടൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം താമസിക്കാനും മാത്രം നമ്മൾ ചെറിയൊരു വീട് വെച്ചതാണ്. ഇനി നമുക്ക് വീടൊക്കെ വെക്കണം. എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും അയ കെട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഈ പോകുന്നത് കൊണ്ട് മെയിനായിട്ട് ഈ വെയിലൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെ ഉണങ്ങാനൊക്കെ ഉള്ള സമയമില്ല. അപ്പം ഞാൻ അത്യാവശ്യം നനഞ്ഞ തുണികളൊക്കെ വെളിയിലിട്ട് ഉണങ്ങിയിട്ട് അത് തോരുമ്പം അകത്ത് ചെറിയ രീതിയിൽ അയ കെട്ടിയിട്ടുണ്ട്. ചെറുതല്ല, ഒരുപാട് അയയുണ്ട്. അപ്പോൾ അതിലൊക്കെ പറക്കിയിട്ട് തോത്തി പിന്നെ വൈകുന്നേരം പിള്ളേരുടെ യൂണിഫോമൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഫാനിട്ടുണ്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഒരുവിധം തോന്നുന്ന തുണികളൊക്കെ അവരുടെ യൂണിഫോമൊക്കെ ഞാൻ അവിടെ അയ കെട്ടിയിട്ടുണ്ട് തിണ്ണയ്ക്ക്. നമുക്ക് ഒരുപാട് മുറികളൊന്നുമില്ല. അപ്പോൾ ഉള്ളിടത്ത് അത്യാവശ്യം അയയൊക്കെ കെട്ടി ഫാനൊക്കെ ഇടുന്ന റൂമിലൊക്കെ ആകുമ്പോൾ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിയെടുക്കാം. ഒരുപാട് നനഞ്ഞിടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധം ഇപ്പോൾ തിങ്കളും ചൊവ്വായും ഇടുന്ന യൂണിഫോം നമുക്ക് അടുപ്പിച്ച് വേണ്ടത്. പിന്നെ ബുധനാഴ്ച ഒരു ദിവസം വേറെ യൂണിഫോമാണ്. അപ്പോൾ തിങ്കളാഴ്ചത്തെ യൂണിഫോം സാവധാനം നനച്ച് വെളിയിലോട്ടിടും. അത് ബുധനാഴ്ച രാത്രിയിലെടുത്ത് അകത്തിട്ടിട്ട് വ്യാഴാഴ്ച അങ്ങനെ ഇത്രയും തോരുമല്ലോ, ആ തുണിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിടും. പിന്നെ ചേട്ടൻ്റെ ജീൻസൊക്കെയാണ് മെയിൻ പ്രശ്നം. ഞാൻ ചേട്ടനോട് പറയും ജീൻസ് ഒന്നും ഇട്ടുകൊണ്ട് പോകണ്ട, വല്ല കയ്യിൽ വല്ല കൊടുത്തുകൊണ്ട് പോയാന്ന് പറയും. കാരണം ഇത് ഉണങ്ങിയെടുക്കാനെ കൊണ്ട് പാടില്ലേ. മീനിനൊക്കെ അന്യായ വിലയായതുകൊണ്ട് ഈ ആഴ്ചയും ചിക്കൻ വാങ്ങിച്ചു. ഇടയ്ക്ക് നെത്തോലി മീൻ വാങ്ങിച്ചായിരുന്നേ. നെത്തോലി വാർത്തത് ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ചേട്ടനോട് ഒരു ദിവസം വൈകുന്നേരം ചെറിയൊരു രീതിയിൽ പർച്ചേസിനൊക്കെ പോയായിരുന്നു. ചെറിയ രീതിയിൽ, വലിയ പർച്ചേസൊന്നുമല്ല, ചെറുതായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നെത്തോലി മീൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് 2-3 ദിവസം ഓടി. ഇനിയിപ്പോൾ ഞായറാഴ്ചത്തേക്കിന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇച്ചിരി ചോറ് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചോറൊന്നും കഴിക്കത്തില്ല. ശ്രീകുട്ടനാണെങ്കിൽ ഈ മീനൊക്കെ നമ്മൾ ഞുള്ളി പറക്കി കൊടുത്താലും അവന് മുള്ളാന്ന് പറഞ്ഞ് കൊണ്ട് തുപ്പിക്കളയും. ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് കോഴിയുള്ളതുകൊണ്ട് അത്യാവശ്യം മുട്ടയൊക്കെ ഉണ്ടേ. നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെ മൈലപ്രായിൽ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പച്ചക്കറിയൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തുനിന്നും വാങ്ങിക്കും. നമ്മൾ ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്നേ തീരുവാണെങ്കിൽ ഉടനെ തന്നെ വാങ്ങിക്കും. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. ചേട്ടൻ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം വിളിച്ച് പറയാം ചേട്ടാ അത് കൊണ്ടുവരണം എന്ന് പറയുമെങ്കിൽ ചേട്ടൻ അപ്പോൾ സൗകര്യം പോലെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല. ഉണക്ക് സമയമാകുമ്പോൾ കുറച്ച് ശേഖരിച്ച് വെക്കണമെന്നേ ഉള്ളൂ. എങ്കിലും വെള്ളം ഉണ്ടായിരിക്കും. നമുക്കിവിടെ ഞാൻ പഴയ വ്ളോഗിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കിവിടെ തോട്ടിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഓസിൽ നിന്ന് 3-4 പേരൊക്കെ എടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഉണക്ക സമയമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിടിച്ച് ടാങ്കിലൊക്കെ ശേഖരിച്ച് വയ്ക്കും. മഴ സമയമാകുമ്പം കണ്ടിന്യൂസ് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രമൊക്കെ കഴുകി കളയുന്ന വെള്ളം നമ്മൾ കറണ്ട് ജലമൊന്നുമില്ല, ഓസിനകത്ത് കൂടെ വന്ന് നേരിട്ട് ടാങ്കിലോട്ട് കഴുകാനും ടോയ്ലറ്റിലേക്കുള്ളതും അങ്ങനെയൊക്കെയുള്ളതും ഒക്കെ ആ വെള്ളമാണേ. അല്ലേ ഞാൻ പാത്രം കഴുകുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ തുറന്നു വിട്ട് അല്ലെങ്കിൽ കഴുകത്തില്ലല്ലോ. നമ്മൾ കറണ്ടൊക്കെ ചിലവാക്കിയാണ് വെള്ളം അടിക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം കളയത്തില്ല. ഇത് ഞാൻ ഒരുപാട് വെള്ളം കളയുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള വെള്ളമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കളയുന്നത്. ജലം അമൂല്യമാണ്, പാഴാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി ഓസിനകത്തിലെ വെള്ളം വരും. അപ്പോൾ അങ്ങനെയാണ് വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ ദേവു രാവിലെ ഞങ്ങളുടെ ശാഖയിൽ സംഘമുണ്ട് എല്ലാ മാസവും. അപ്പോൾ അതിന് പോയിട്ട് ചേട്ടൻ ജോലിക്ക് പോയതുകൊണ്ട് ദേവുവിനെ പറഞ്ഞു വിട്ടു. എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കൂടെ തന്നു, അവിടെ കൊടുത്തു തന്നു. അപ്പോൾ അവൾ ഞങ്ങൾക്ക് കൂടെ കൊണ്ട് തന്നു. ശ്രീകുട്ടനാണെങ്കിൽ അത് ആദ്യമേ മൊത്തം അങ്ങ് തിന്നു. അപ്പോൾ അവളാണെങ്കിൽ ഞങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തൊക്കെ തരുവേ, അവളങ്ങനെയാണ്. പിന്നെ ഞായറാഴ്ച ദിവസം കുടുംബശ്രീ ഉള്ള ദിവസമായതുകൊണ്ട് കുറച്ച് അതിൻ്റെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണ്. 4:30 കുടുംബശ്രീ. അപ്പോൾ അതിന് പോകാൻ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതല്ലേ. ആ സമയമാകുമ്പം വെപ്പാളപ്പെട്ടെടുത്ത് ആവശ്യമുള്ളത് ഇവിടെ വെക്കും, ആവശ്യമില്ലാത്തതെല്ലാം കൊണ്ട് പോകും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു. തുണി നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള തുണിയൊക്കെ മെഷീനകത്തിട്ട് കഴുകും. നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ കുത്തി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ നടത്തി. പണികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു, ഫുഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് TV കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും TV കാണാൻ ഇരിക്കുന്നേ ഇല്ല. അപ്പം TV കാണാനൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ കൈരളി വെക്കാം. എനിക്കറിയാം അതിനകത്ത് പഴയ പടങ്ങളൊക്കെ ഇടുവന്ന്. എനിക്ക് തലയണ മന്ത്രവും പൊന്മുട്ടയിടുന്ന താറാവ് അങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ, കുറച്ച് സസ്നേഹം അതുപോലെയൊക്കെയുള്ള പടങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പഴയകാല പടങ്ങളെ. അപ്പോൾ അതിനകത്തിലൊക്കെ നടന്മാരും നടിമാരും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെയൊക്കെയുള്ള നടന്മാരും നടിമാരും ഒന്നും ഇനിയും കിട്ടത്തില്ല. ശങ്കരാടി, KPS ലളിത, നെടുമുടി വേണു, ഇന്നസെൻ്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ അഭിനയിച്ചതും, ശ്രീനിവാസൻ്റെ പഴയ പടങ്ങൾ, ഉർവശിയുടെ പഴയ പടം, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശ്രീനിവാസനും ഉർവശിയും കൂടെയുള്ള കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പടമെല്ലാം കണ്ടു, അങ്ങനെ കിടക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല, വ്യൂസും കുറവാണ്. ഞാൻ ആർക്കും അങ്ങനെ ഷെയർ ചെയ്തൊന്നും കൊടുക്കുന്നില്ല. ഇനി പതുക്കെ കുറച്ച് വ്യൂസൊക്കെ ആയി എടുക്കണം. അപ്പോൾ അങ്ങനെ വീഡിയോ കഴിയുകയാണ്. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.